ഹലോ, ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. ഇതിനുവേണ്ടി 4 ചിക്കൻ ലെഗ് പീസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടി ചേർത്തിട്ട്. ഫ്രൈ ചെയ്യാൻ വേണ്ടി മുളക് പൊടി, കുരുമുളക്, മഞ്ഞൾ, പെരിഞ്ജീരകം, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, സോയാ സോസ്, കറിവേപ്പില ഇത്രയാണ് ഇനി ആവശ്യമായിട്ടുള്ളത്. അതും കൂടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം സോയാ സോസും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കിയെടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടണം. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ മസാല ചിക്കൻ പീസിൽ നന്നായി പുരട്ടിയെടുക്കണം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ഇതുപോലെ ഈ ചിക്കൻ പീസ് ലെഗ് പീസ് എടുക്കുമ്പോൾ ഇങ്ങനെ വരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് മസാല ഉള്ളിലേക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ ഏകദേശം എല്ലാത്തിലും നന്നായിട്ട് തന്നെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു വശം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് 5 മിനിറ്റ് അടച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം മറ്റേ സൈഡും കൂടി ഇതുപോലെ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡിയാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൈ ആണിത്. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കാത്ത എളുപ്പത്തിൽ മസാലപ്പൊടികൾ മാത്രം യൂസ് ചെയ്തിട്ട് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ.